ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈഡിൽ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഈ ജപ്പാൻകാരുടെ ഒരു ചാനലിൽ നിന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനൊന്ന് തയ്യാറാക്കി നോക്കിയതാണ്. നമ്മുടെ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ബാത്തിങ് ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒറ്റ യൂസിലുള്ള റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഒരുവിധം എല്ലാവരുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. പച്ചരി ഒരു തവണ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഇതേപോലുള്ള ഗ്ലാസ് ബോട്ടിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. ഇനി ഓവർനൈറ്റ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും നിങ്ങളിത് അടച്ച് വെച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ആ അരി കുതിർന്ന വെള്ളം. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം അതിൻ്റെ വെള്ളം ഞാൻ അരി മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അരി നമുക്ക് ആവശ്യമില്ല. ഇനി ഈ റൈസ് വാട്ടറിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടിയാണ്. ചോളത്തിൻ്റെ പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോളത്തിൻ്റെ പൊടിയെല്ലാം ഓൺലൈൻ സൈറ്റുകളിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അതിൻ്റെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലക്ക്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡോവിൻ്റെ സോപ്പാണ് കേട്ടോ. ഡോവിൻ്റെ ഈ വൈറ്റ് കളർ സോപ്പ് തന്നെ എടുക്കണം. പിങ്ക് എടുക്കരുത്. പിങ്ക് ഉണ്ടാവും, വൈറ്റും ഉണ്ടാവും. അപ്പോൾ വൈറ്റ് കളർ എടുക്കുക. എന്നിട്ട് ഈ ഡോവിൻ്റെ സോപ്പ് ഫുള്ളൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല കേട്ടോ. ഒരു 3-4 ടേബിൾ സ്പൂണ് ഇതേപോലെ ഒന്ന് ചെരുകി എടുക്കണം. ഇതിങ്ങനെ ചിരകിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ റൈസ് വാട്ടറിലിട്ടിട്ട് അലിയിച്ചെടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ സ്ക്രാപ്പർ ഗ്രേറ്റർ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കത്തി കൊണ്ടൊന്ന് പരണ്ടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂണോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതും കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു 4 ടേബിൾ സ്പൂണോളം മതി. അപ്പോൾ പാൽപ്പൊടി, കോൺഫ്ലോർ, ഡോവിൻ്റെ സോപ്പ് ചെരുകിയത്, റൈസ് വാട്ടർ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പച്ചരി പുറത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ പുറത്തേന്. ഒരുപാട് പ്രാവശ്യം ഒന്നും കഴുകണ്ട, ഒറ്റ പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് പുറത്തിയിട്ട് ആ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ സോപ്പ് ഇതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നന്നായി അലിയുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ട് ഇതിപ്പോൾ നല്ലോണം പത പൊങ്ങി വന്നത് ഇതേപോലെ പത പൊങ്ങി വരണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഒരു പാത്രത്തിൻ്റെ പകുതിയോളം ഉണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുനാരങ്ങൻ്റെ നീര് ഫേസിൽ പിന്നെ തേച്ച് കൊടുക്കുന്നത് മോശമല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളിലൊന്നും ഇട്ടാൽ കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗ്യാസിൻ്റെ സ്റ്റൗ വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ പാത്രത്തിൻ്റെ ചൂടിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഒന്ന് ചൂട് തണിയുമ്പോഴത്തേക്കും ഇത് കണ്ട നല്ലൊരു അടിപൊളി ക്രീമി കൺസിസ്റ്റൻസിയിലായത്. അപ്പോൾ തീ കൂടി പോകാൻ പാടില്ല, അടിക്ക് പിടിച്ച് പോകാൻ പാടില്ല, കൈവിടാതെ ഇളക്കി കൊടുക്കണം ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ. അതിനുശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നമുക്കൊരു 10-15 ദിവസം നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നിങ്ങൾ ബാത്റൂമിൽ വെച്ചാൽ മതി. സാധാരണ നിങ്ങൾ സോപ്പ് തേച്ച് കുളിക്കുന്നതിന് പകരമായിട്ട് ഇത് തേച്ച് കുളിക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം മാത്രമല്ല, ബോഡി കംപ്ലീറ്റ് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. സ്കിന്നിന് നല്ലൊരു ബേബി സോഫ്റ്റ് സ്കിന്ന് എന്ന് പറയുന്ന പോലെ നല്ല സ്കിന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു മാറ്റങ്ങളൊക്കെയാണ് ഫീൽ ചെയ്തത്. സാധാ സോപ്പ് തേച്ച് കുളിക്കുന്നതിലും കുറച്ചും കൂടി നമ്മളെ സ്കിന്ന് സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ ഒരു തിളക്കം കിട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മളിത് കുളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഫുൾ ബോഡി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുളിക്കുക.
അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതൊരു ഫേസ് വാഷായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സാധാരണ സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുന്നതിന് പകരം നിങ്ങളെപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ട് മുഖം കഴുകാനാണെങ്കിൽ ഒറ്റ യൂസ് തന്നെ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇതൊരു ഫേസ് പാക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഫേസ് പാക്കായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഫേസിൽ വെക്കുക. 15 മിനിറ്റ് ഫേസിൽ വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സോപ്പായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടില്ല. അത് ആ ഒരു നനവ് അതിനുണ്ടാവും 15 മിനിറ്റ് വെച്ചാലും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫേസിൽ സർക്കുലർ മോഷനിൽ ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കഴുകിക്കളയാനാണെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒറ്റൊരു സാധനം ഉണ്ടാക്കിയാൽ അത് ബോഡി വാഷായിട്ടും ഫേസ് വാഷായിട്ടും ഫേസ് പാക്കായിട്ടും എല്ലാം യൂസ് ചെയ്യുക. കണ്ടോ, 15 മിനിറ്റിന് ശേഷം ഞാനിത് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണുള്ളത്. നന്നായി ഡ്രൈ ആവില്ല എങ്കിലും ഒരു നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും കേട്ടോ. ഏറ്റവും ഇതിൻ്റെ ഒരു ഗുണമെന്ന് ഞാൻ കണ്ടത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ അതും കിട്ടും. അപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാന്നാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു 15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാന്നാണെങ്കിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു 10-15 ദിവസത്തേക്കെല്ലാം ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു ഡ്രൈ ആയിട്ടുള്ള സ്പൂണിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. അതിലേക്ക് ഈർപ്പം കയറാൻ പാടില്ല കേട്ടോ. വെള്ളം അതിലേക്ക് കയറിപ്പോയാൽ ചിലപ്പോൾ അത് കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി ഒന്ന് സൂക്ഷിക്കുക. ഇതപ്പോൾ ഞാനിത് കഴുകിയെടുത്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഒരു മാറ്റം മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡോവിൻ്റെ സോപ്പ് വേണമെങ്കിലും അതേപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്ത എല്ലാ സാധനവും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത സാധനമാണെങ്കിൽ നിങ്ങൾക്കത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക. എല്ലാ വിലക്കും അത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മടി കൂടാണ്ട് ഇത് ദിവസവും ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നില്ല, ബോഡിയിൽ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും അപ്ലൈ ചെയ്യുക. അതേപോലെ ഫേസ് പാക്കായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിലും അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഫേസ് വാഷായിട്ട് നിങ്ങൾക്ക് ഡെയിലി ജസ്റ്റ് ഒന്ന് മുഖം കഴുകാനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബാത്തിങ് പൗഡറായിട്ട് ഫേസ് പാക്കായിട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.